ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ പഞ്ചിൻ്റെ നോർമൽ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. അതിൻ്റെ അകത്ത് അവർ കുറച്ചധികം ഡിസൈനിൽ ചേഞ്ചസ് വരുത്തി. റിയർ ഡിസൈൻ മെയിനായിട്ട് നല്ല മാറ്റങ്ങൾ വരുത്തിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് കിട്ടി. പിന്നെ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം മാറാൻ ബാക്കിയുള്ളത് ടാറ്റയുടെ പഞ്ച് EVയുടെ ഫേസ് ലിഫ്റ്റാണ്. സോ അതും അവരെന്തായാലും കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു 5-6 ദിവസം മുന്നേ തന്നെ വണ്ടി കാണിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ബാക്കും ഫ്രണ്ടും അകവും എല്ലാം കാണിക്കുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ടാറ്റയുടെ ഭാഗത്തുനിന്ന് വലിയ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഫ്രണ്ട് ഡിസൈൻ മാത്രമേ ടാറ്റ ഇപ്പോൾ ഒഫീഷ്യലി കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ കുറച്ച് ലീക്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിൽ വലിയ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുമില്ല. കാരണം നോർമൽ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൽ തന്നെ അവർ ഇൻറ്റീരിയർ അധികം തൊട്ടം കളിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് പുതിയ ഫീച്ചേഴ്സൊക്കെ അതിനകത്ത് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. എനിവേ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് തോന്നാൻ സാധ്യതയില്ല. പക്ഷേ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഡിഫറൻസ് നമ്മുടെ DRLസിൻ്റെ ഒരു ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ നടുവിൽ നമുക്ക് കണക്റ്റഡ് ബാറില്ല. അതിന് വേറൊരു ബ്ലാക്ക് എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ്, അതായത് താഴത്തെ വരുന്ന ഹെഡ് ലാംപ്സിൻ്റെ നടുവിലൂടെ ചെറിയൊരു കണക്റ്റഡ് ബ്ലാക്ക് പോർഷൻ നേരത്തെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഹെഡ് ലാംപ്സിൻ്റെ ആറയിലും ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ അതിന് വീതി കൂട്ടിയിട്ടുണ്ട്. ഹെഡ് ലാംപ്സിന് നേരത്തെ ചെറുതായിരുന്നു. പിന്നെ ബ്ലാക്ക് ബാർ മൊത്തത്തിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ ആക്ച്വലി വ്യത്യാസമുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒരു മറ്റേ എയറോഡൈനമിക് ഇൻസേർട്സ് ഒക്കെ ഉള്ള പോലത്തെ ബമ്പറാണ് കിട്ടുന്നത്. ചാർജിംഗ് പോർട്ട് ഇപ്പോഴും ഈ വാഹനത്തിന് ഫ്രണ്ടിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ കാണുമ്പോൾ എന്തായാലും ഒരു ടിപ്പിക്കൽ EVയുടെ ലുക്ക് തന്നെയുണ്ട്. പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡിഫറൻസ് ഇല്ലെങ്കിലും ശരിക്കും അവർ ആവശ്യത്തിന് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അലോയ്സ് ഒക്കെ 16 ഇഞ്ച് തന്നെയാണ്. ആക്ച്വലി അതിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടില്ല. വേണമെങ്കിൽ മാറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ ഇപ്പം കാണാൻ വലിയ കുഴപ്പമില്ല. ഭയങ്കര EV സെൻട്രിക് ആക്കി എന്തോ പോലെ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനി മാറ്റി അവർ കൊളാക്കാതിരിക്കുന്നതിൽ നല്ലത് തന്നെയാണ്. എനിവേ നമുക്കിനി അടുത്തതിൻ്റെ റിയർ ഡിസൈൻ ടാറ്റ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട്സ് നോക്കാം. ഇത് പഞ്ച് EVയുടെ തന്നെ റിയർ ആണ്. നോർമൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് പഞ്ച് ഫേസ് ലിഫ്റ്റിൽ കിട്ടുന്ന അതേ കണക്റ്റഡ് ടെയിൽ ലാംപ്സും അതുപോലെ ഒരു ബ്ലാക്ക് ഡോട്ട് ട്രിംസും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഈവൻ ബമ്പറിൻ്റെ ഡിസൈനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കുറച്ച് റിഫ്ലക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് അതുപോലെ താഴത്തെ വരുന്ന കുറച്ച് എലമെൻറ്റ്സ് അതിലൊക്കെ ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ച് EVയുടെ ഫേസ് ലിഫ്റ്റും അതുപോലെ നമ്മുടെ നോർമൽ പഞ്ചിൻ്റെ ബാക്ക് ഡിസൈൻ അവർ സെയിം ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അതൊരു മോശം കാര്യമാണെന്ന് ചോദിച്ചാലല്ല. കാരണം പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൽ അവർ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയ റിയർ ഡിസൈൻ ആയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പഞ്ച് ബാക്കിൽ നിന്ന് കാണുമ്പോൾ എന്തോ പോലെയായിരുന്നു. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ലായിരുന്നു. ഫ്രണ്ട് ഡിസൈൻ ഈവൻ ദോ അത്യാവശ്യം നല്ലതായിരുന്നു എങ്കിൽ പോലും ഇപ്പം എന്തായാലും അത് മാറിയിട്ടുണ്ട് രണ്ട് വണ്ടികളിൽ. ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്ന ഈ വരുന്ന ഫെബ്രുവരി 20-നാണ്. ഉറപ്പായിട്ടും അതിന് മുന്നേ ടാറ്റ ഒരുപാട് ടീസേഴ്സ് വേറെ ഇറക്കും. അപ്പോഴേക്കും വണ്ടിയുടെ ബാക്കി ഡിസൈനൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ചിലപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ അവർ ടീസേഴ്സ് ഇറക്കുമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം ഡിസൈൻ്റെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇത്രയൊക്കെ ചേഞ്ചസിൻ്റെ അകത്ത് വരാനുള്ളൂ. ഇൻറ്റീരിയർ അവരെന്തായാലും ഈ അടുത്തൊന്നും TC അല്ല, കുറച്ച് കഴിഞ്ഞിട്ടായി TC ഉള്ളൂ. TC ആണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തും അങ്ങനെ പറയത്തക്ക വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഓൾറെഡി ഈ വണ്ടിയിൽ ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 360° ക്യാമറ ഉണ്ട്, 10 ഇഞ്ചസിന് സ്ക്രീൻ ഉണ്ട്, 10 ഇഞ്ചസിന് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ AC വരുന്നുണ്ട്. ആൻഡ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഒന്ന് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം കൊടുക്കാം. അത് ഈ പ്രൈസ് പോയിന്റിൽ കൊടുക്കോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. നെക്സോണിൽ എന്തായാലും EVയിലാണെങ്കിൽ അവർ അഡാസ് കൊടുത്തായിരുന്നു. പിന്നെ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയത് നമ്മുടെ നെക്സോണിലൊക്കെ പുതിയ EVയിൽ വന്നിരിക്കുന്ന 12.3 ഇഞ്ചസിന് ടച്ച് സ്ക്രീനാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളത് 10.25 ഇഞ്ചാണ്. അത് സൈസ് കുറവാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അവർക്ക് ഫീച്ചേഴ്സ് കൂടുതൽ കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ 12.3 ഇഞ്ചാണ് ഇനിയുള്ളൊരു ഓപ്ഷൻ. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ ഇതൊക്കെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞ് ഇനിയിപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരുപാട് കുത്തിക്കയറ്റി കൊടുക്കാൻ പറ്റില്ല. നോർമൽ പഞ്ചിൽ പിന്നെയും ട്രൈ ചെയ്യായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പഞ്ച് EV വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഫീച്ചേഴ്സിന് ഡ്രോബാക്സ് പണ്ട് പോലെ ഉണ്ടായിരുന്നു. അത് നോർമൽ പഞ്ചിലിപ്പോൾ സോർട്ട് ഔട്ട് ചെയ്തു. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇനി എന്ത് കൊടുക്കണമെന്ന് ടാറ്റയ്ക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം അവരെന്താണ് പുതിയതായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. എനിവേ പവർ ടൺ ഓപ്ഷൻസിൻ്റെ കാര്യം, ബാറ്ററി ഓപ്ഷൻസിൻ്റെ കാര്യം അതിലൊന്നും വേറെ വ്യത്യാസമില്ല. നമുക്ക് സെയിം 25 kWh ബാറ്ററി പാക്കും 35 kWh ബാറ്ററി പാക്കും തന്നെയായിരിക്കും വരുന്നത്. ഈ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. പവർ ഫിഗേഴ്സിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് 25 kWh മോഡലിൽ 82 PS 114 Nm ടോർക്കുമാണ് കിട്ടുന്നത്. ഇനി അതല്ല 35 kWh ബാറ്ററി പാക്കുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ പവർ കുറച്ച് കൂടുതലാണ്. 122 PS അതുപോലെ 190 Nm ടോർക്കും കിട്ടുന്നുണ്ട്. പവർ മാത്രമല്ല റേഞ്ചും നല്ല അത്യാവശ്യം വ്യത്യാസമുണ്ട്. 25 kWh മോഡലിൽ 265 km ആണ് ഏറെ ക്ലെയിംഡ് റേഞ്ച്. പക്ഷേ 35 kWh മോഡലിൽ 365 km ആണ് ഏറെ ക്ലെയിംഡ് റേഞ്ച്. ഇപ്പോൾ അത് അത്യാവശ്യം ഡൂവബിളായിട്ട് തോന്നുന്നുണ്ട്. മറ്റതുപോലെ പണ്ട് 450-460
എന്താണ് അവർ ഈ സെയിം 35 kWh മോഡലിന് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അത്രയൊന്നും കിട്ടില്ല എന്ന് നമുക്കും അറിയാം, ടാറ്റയ്ക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ആണെന്ന് തോന്നുന്നു ഇവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ടാറ്റയുടെ C75 അങ്ങനെ എന്തോ പറഞ്ഞത്, അതായത് കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള റേഞ്ച് ക്ലെയിം ചെയ്യുന്നൊരു പരിപാടിയും അവരിടയ്ക്ക് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഒരു റിയൽ ലൈഫ് റേഞ്ച് എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും. ഈ വണ്ടിയുടെ നോർമൽ റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സിനടുത്തൊക്കെയാണ്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ് ഈ വണ്ടിയുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പം. ആൻഡ് ഇതിൻ്റെ പ്രൈസ് നേരത്തെ ഉണ്ടായിരുന്ന 9.99 lakhs സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 14.5 lakhs വരെയൊക്കെ ആയിരുന്നു എക്സ്ഷോറൂം. ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും ബേസിക് വേരിയൻ്റെ പ്രൈസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല, കാരണം അതിലധികം ചേഞ്ചസ് ഉണ്ടാവില്ലല്ലോ. ടോപ്പ് എൻഡ് ചിലപ്പോൾ ഒരു 10-50,000 രൂപയൊക്കെ കൂടുമായിരിക്കും. 15 lakhsനടുത്തൊക്കെ ആയിട്ട് എങ്ങനെയാലും തീരുമായിരിക്കും. അതല്ലാതെ ഇതിനകത്തിപ്പം മേജറായിട്ട് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രൈസ് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ റേഞ്ചും ബാറ്ററിയും ഒന്നും ഒരു മാറ്റുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അക്കാര്യത്തിലും വേറെ പ്രശ്നമില്ല. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിട്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.